ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും വീടുകളിൽ പെറ്റ്സിനെ വളരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ എൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. അവൻ ചത്തുപോയി. അവന് സുഖമില്ല, പ്രായമായായിരുന്നു. 10-15 വയസ്സ് വരെയൊക്കെ ഞങ്ങൾ അവനെ പൊന്നുപോലെ വളർത്തി. അവന് അത്രയും പ്രായമൊക്കെ ആയി. പിന്നെ ഫുഡൊന്നും കഴിക്കാതെയായി, ഒരേ കിടപ്പായി. അങ്ങനെ അത് മരിച്ചുപോയി. അതിനുശേഷം വീട്ടിൽ പട്ടിയെ വളർത്തിയില്ല. പക്ഷേ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ ഈയിടെയായിട്ടൊരു പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നു. അവൻ്റെ പേര് കൈസർ എന്നാണ്. അപ്പോൾ അവൻ്റെ കളികളും മറ്റു കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കൈസർ, കൈസർ, ബാ ബാ. അവൻ്റെ ഇഷ്ട സാധനമാണ് പെഡിഗ്രീ. എന്നാ പെഡിഗ്രീ എടുക്കും എടുക്കും എടുക്കും. ബാ 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 ബാ, നമുക്ക് കളിക്കാം. എടുക്കും എടുക്കും. ഷെയ്ക്കേണ്ടതാ, ഷെയ്ക്കാൻ. സിറ്റ് സിറ്റ്. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. സിറ്റ്. സിറ്റ് പറഞ്ഞാൽ അപ്പം കിടക്കും. നീ എഴുന്നേക്ക് എഴുന്നേക്ക്. ഷെയ്ക്കേണ്ടതാ, ഷെയ്ക്കാൻ ഷെയ്ക്കാൻ. ഷെയ്ക്കാൻ. ഇനി പാപ്പം തരാം കേട്ടാ. ഇനി പാപ്പം തരാവേ. എടുത്തോ, എടുക്ക്. കിടക്കണം എടുക്ക്. ഇവനൊരു ദിവസം നമ്മുടെ കിണറ്റിൽ ചാടി. എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങൾ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ആങ്ങളുടെ മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഇവൻ്റെ കരച്ചിൽ കേട്ട് ഓടി ചെന്നപ്പോഴാണ് ഇവൻ വളരെ ഭയങ്കര ബുദ്ധിപരമായിട്ട് ഇവനൊരു പണി ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ഇങ്ങനെ മോട്ടർ ഉണ്ടായിരുന്നേ. അപ്പം മോട്ടർ അടിക്കാനായിട്ട് മോട്ടർ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ടല്ലോ മോട്ടർ. അപ്പോൾ ആ മോട്ടറിൽ പിടിച്ച് ഇവനിങ്ങനെ കിടന്നുകൊണ്ട് ഒച്ച ഉണ്ടാക്കി. അപ്പോഴാണ് ഞങ്ങൾ ആ സമയത്ത് ഒച്ച കേട്ടുകൊണ്ട് അയ്യോ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ആ പൈപ്പിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കിടന്നുകൊണ്ട് ഞങ്ങളെ നിസ്സഹായനായിട്ട് നോക്കി. ആ സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പല പരീക്ഷണങ്ങളും നടത്തി. ഒരു കൊട്ടയൊക്കെ ഇട്ടു. പക്ഷേ ഒരു കൊട്ടയൊക്കെ ഇട്ടു. പക്ഷെ ഒരു കാരണവശാലും അവൻ അതിനകത്ത് കയറിയില്ല. തുഴഞ്ഞു നടന്നു. കയറാൻ നോക്കിയെങ്കിലും ഞങ്ങൾക്ക് ഉയർത്താനായിട്ട് പറ്റിയില്ല. അവസാനം ഞങ്ങൾക്ക് ഒരു രക്ഷയില്ലാതെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അവിടുന്ന് 4-5 ആളുകൾ വന്നു. അവരുടെ ആ ജീവകാരുണ്യ പ്രവർത്തനം പെട്ടെന്ന് തന്നെ അവനെ ഉയർത്താൻ സാധിച്ചു. അവനൊരു കുഴപ്പമുണ്ടായില്ല. അപ്പം അവനങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയ കുട്ടനാണ്. അങ്ങനെ വെള്ളത്തിൽ കിടന്ന് എടാ എന്നെ കാണാൻ പറ്റുന്നില്ല, നീ കൈയൊന്നും ചെരിച്ചു പിടിക്കണ നേരെ. എങ്ങനെ മൊബൈലിൽ എടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് ഗൈസ് എനിക്ക് തനിയെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം മോനാണേ മൊബൈൽ പിടിച്ച് അതിൻ്റെ ഇടയിൽ അങ്ങനെ സംസാരിച്ചതാണ്. അപ്പം ഇവനെ അങ്ങനെ നമുക്ക് വെള്ളത്തിൽ തുഴഞ്ഞ് അവൻ കുഞ്ഞിനെ തന്നെ നീന്തലും പഠിച്ച് അവനെ രക്ഷപ്പെട്ട് കിട്ടിയതാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ എന്നെ വലിയ കാര്യമാണ്. കണ്ടോ, മിടുക്കനാണ്. ഇപ്പോൾ 1 മാസമൊക്കെ ആയിട്ടുള്ളൂ. കൈസറാണ്. ഓക്കെ, ടാറ്റാ ടാറ്റാ. കൈസർ ടാറ്റ കൊടുക്കും. ഷേക്കൻഡാ ഷേക്കാൻ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പെറ്റ്സിനെ. അപ്പോൾ എൻ്റെ പട്ടിക്കുട്ടിന് വേണ്ടി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. ടാറ്റ കൊടുക്കും. ടാറ്റാ.